ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ഈദ് ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ് നമ്മൾ ചാവക്കാടേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. നമുക്ക് ക്ലാസ് ഉള്ള ദിവസം ഉമ്മച്ചനെ വന്നിട്ട് ഡ്രസ്സൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഷോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാവക്കാട് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഒരു അറേബ്യൻ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ എല്ലാ ലൈറ്റ് ടു ഡാർക്ക് എല്ലാ കളേഴ്സിലും നമുക്ക് ഷോൾ അവൈലബിൾ ആണ്. അപ്പോൾ അവിടുന്ന് ഞാൻ ഒരു ഷോളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് വേറൊരു ഷോപ്പിൽ കണ്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ഒരു ഡ്രസ്സ് നോക്കാനുണ്ടായിരുന്നു. ഒരു വെസ്റ്റേൺ ടോപ്പാണ് നോക്കാനുണ്ടായിരുന്നത്. എനിക്കല്ല കേട്ടോ, എൻ്റെ ഒരു കസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ കുറേ നോക്കിയെങ്കിലും ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്ത് അവൾക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഓരോ കളക്ഷൻസൊക്കെ വെറുതെ നോക്കിയിട്ട് അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അവിടെ ആ ഷോപ്പിൽ തന്നെ ഒരുപാട് ഈ ഓർണമെൻറ്റ്സ്, സ്കിൻ കെയർ, അങ്ങനത്തെ ക്ലിപ്സ്, അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കമ്മലുകളൊക്കെ അടിപൊളിയായിരുന്നു, കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു. അപ്പോൾ ഞാനും ഇതേപോലത്തെ ഈ ഒരു സിൽവർ കളറിൽ വരുന്ന ഒരു 2-3 കമ്മലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കാണാറുള്ള ടൈപ്പ് നല്ല ക്യൂട്ട് പിങ്ക് കളറുള്ള ബോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്കിൻ കെയർ, അതേപോലെ കുറേ വാച്ചിൻ്റെ കളക്ഷൻസ്. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വളയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് എനിക്ക് ഈ ഒരു സിൽവർ കളറിലുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് വള വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് വള എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ സൈസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഹാങ്ങിങ്സൊക്കെ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഒരു ക്ലിപ്പിൽ നിന്ന് ആ ഒരു സിൽവർ കളറിലുള്ള ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കമ്മലും മാലൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കി. പിന്നെ 2 നെയിൽ കോൺസൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഷോപ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഉമ്മച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് മേടിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ച് വരുന്ന സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ ഞങ്ങൾ ചെരുപ്പ് എടുക്കാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 2 ചെരുപ്പാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ചെരുപ്പാണ് എനിക്ക് കാലം ഒന്നും കൂടെ വൃത്തി. അപ്പോൾ അത് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പെട്രോൾ അടിക്കാൻ നിർത്തിയപ്പോഴാണ് കേട്ടോ ഈ ഒരു വ്യൂ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു. ഒരു 5 മണി 5:30-6 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഈ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഇപ്പോൾ കുറച്ചായിട്ടുണ്ട് ഈ ഒരു സ്നാക്ക് ഞാൻ കാണുന്നത്. ഈ സമൂസയുടെ ഷീറ്റ് ഈ ചിക്കൻ കവർ ചെയ്തിട്ട് അങ്ങനെ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യണതാണ്. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഈ റീലിലൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും കേട്ടോ കുറേ ആയിട്ട് ഉണ്ടാക്കണമെന്ന്. ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു സമൂസ ഷീറ്റും പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ചിക്കനുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമൂസ ഷീറ്റൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആ ഒരു സമൂസ ഷീറ്റ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. സംഭവം സിമ്പിളാണ്. അപ്പോൾ അത് ഞാൻ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ റമദാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്ത് പെട്ടെന്നല്ലേ ഈ ഒരു മന്ത് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ ഡ്രസ്സ് എടുത്തോ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഇതാ നമ്മൾ ചിക്കനൊക്കെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ സൺഫ്ലവർ ഓയിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്യണത്. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കോട്ട് ചെയ്ത് വെച്ച ഓരോ ചിക്കൻ്റെ ആ പീസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പീസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, അധികം സ്ലിമിലല്ലാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അങ്ങനെ എല്ലാം ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പീസും ഞാനിതാ മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 2-3 പ്രാവശ്യം നമ്മൾ മറിച്ചിട്ട് കൊടുത്താൽ തന്നെ അത്യാവശ്യം നന്നായി ഫ്രൈ ആയി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബാച്ചും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തിട്ടിട്ട് ടേബിളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അപ്പോഴേക്കും നോമ്പറക്കാനായിട്ട് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്നും ഇങ്ങനെ ഫ്രൈ ഉണ്ടാക്കില്ല കേട്ടോ. നോമ്പറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ അന്ന് നമുക്ക് ജ്യൂസും ഫ്രൂട്ട്സും പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മെയിൻ കോഴ്സ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഉമ്മച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആയിട്ടും ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി കിടന്നുറങ്ങി.